ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തൃശ്ശൂർ മണ്ഡലത്തിലെ, അതായത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ മണ്ഡലത്തിലെ 13 നിയോജക മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അന്തിമ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് കടക്കാം. തൃശ്ശൂർ ജില്ലയിലെ ഫസ്റ്റ് മണ്ഡലം നമുക്ക് നോക്കാം. ഫസ്റ്റ് മണ്ഡലം ചേലക്കര മണ്ഡലമാണ്. ചേലക്കര മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി UR പ്രദീപും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ ശിവൻ വീട്ടിക്കുന്നും BJPയുടെ സ്ഥാനാർത്ഥിയായി K ബാലകൃഷ്ണനും മത്സരിക്കുന്നു. നമ്മുടെ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് അവിടെ വിജയിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അവിടെ വിജയിക്കാൻ പോകുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായ UR പ്രദീപാണ്. UR പ്രദീപ് അവിടെ വിജയിക്കും എന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. ഏകദേശം 15,000 to 20,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ UR പ്രദീപ് വിജയിക്കും എന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം നമുക്ക് നോക്കാം. അടുത്ത മണ്ഡലം കുന്നംകുളം മണ്ഡലമാണ്. കുന്നംകുളം മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി AC മൊയ്തീനും UDFിൻ്റെ സ്ഥാനാർത്ഥിയായി PT അജയ് മോഹനും അതുപോലെ തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് റെജിൽ KRുമാണ് മത്സരിക്കുന്നത്. അവിടെ AC മൊയ്തീൻ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. ഏകദേശം 7,500 മുതൽ 10,000 വോട്ടിൻ്റെ ലീഡ് അവിടെ ലഭിക്കും. അടുത്ത മണ്ഡലം ഗുരുവായൂർ മണ്ഡലമാണ്. ഗുരുവായൂർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി NK അക്ബറും അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് CH റഷീദും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് P ഗോപാലകൃഷ്ണനും ആണ് മത്സരിക്കുന്നത്. അവിടെ NK അക്ബർ തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ NK അക്ബർ ഏകദേശം അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഏകദേശം 5,000 to 10,000 വോട്ടിൻ്റെ ലീഡോട് കൂടി NK അക്ബർ അവിടെ വിജയിക്കും. അടുത്ത മണ്ഡലം മണലൂർ മണ്ഡലമാണ്. മണലൂർ മണ്ഡലത്തിൽ അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് C രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് TN പ്രതാപനും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് KK അനീഷ് കുമാറുമാണ് മത്സരിക്കുന്നത്. അവിടെ ഏകദേശം TN പ്രതാപൻ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. TN പ്രതാപൻ അവിടെ 5,000 to 7,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം വടക്കാഞ്ചേരി മണ്ഡലമാണ്. വടക്കാഞ്ചേരി മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവിടെ സേവിയർ ചിറ്റിലപ്പള്ളിയാണ്. അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വൈശാഖ് നാരായണ സ്വാമിയും TJ ഉല്ലാസ് ബാബുവാണ് BJPയുടെ സ്ഥാനാർത്ഥി. അവിടെ സേവിയർ ചിറ്റിലപ്പള്ളി വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. സേവിയർ ചിറ്റിലപ്പള്ളി അവിടെ 7,500 മുതൽ 12,500 വോട്ടുകളുടെ ലീഡോടുകൂടി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം ഒല്ലൂർ മണ്ഡലമാണ്. ഒല്ലൂർ മണ്ഡലം LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് K രാജനാണ്. അതുപോലെ തന്നെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഷാജി കൊടങ്കണ്ടത്തും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബിജോയ് തോമസുമാണ് മത്സരിക്കുന്നത്. ഒല്ലൂരിൽ വിജയിക്കുന്നത് K രാജൻ, LDFിൻ്റെ സ്ഥാനാർത്ഥി. ഏകദേശം 10,000 to 15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി K രാജൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ആലങ്കോട് ലീലാകൃഷ്ണനും UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാജൻ ചേപ്പല്ലനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ BJPയുടെ സ്ഥാനാർത്ഥിയുമാണ്. അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് രാജൻ ചേപ്പല്ലൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. ഏകദേശം
3000 to 5000 വോട്ടിൻ്റെ ലീഡോട് കൂടി രാജൻ ജെ പല്ലൻ UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം നാട്ടിക മണ്ഡലമാണ്. നാട്ടിക മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഗീത ഗോപിയും UDFൻ്റെ സ്ഥാനാർത്ഥിയായി സുനിൽ ലാലൂരും അതുപോലെ തന്നെ CC മുകുന്ദൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ ഏകദേശം അവിടെ ഗീത ഗോപി തന്നെ ഈ പ്രാവശ്യവും വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് ഗീത ഗോപി അവിടെ ഏകദേശം 7000 to 12000 വോട്ടിൻ്റെ ലീഡോടുകൂടി LDFൻ്റെ സ്ഥാനാർത്ഥി ഗീത ഗോപി അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം കയ്പമംഗലം മണ്ഡലമാണ്. കയ്പമംഗലം മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KK വത്സരാജാണ് മത്സരിക്കുന്നത്. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് PM നാസറും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് അതുല്യ ഘോഷുമാണ് മത്സരിക്കുന്നത്. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ KK വത്സരാജ് വിജയിക്കുമെന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത്. ഏകദേശം 10,000 to 15,000 വോട്ടിൻ്റെ ലീഡോട് കൂടി KK വത്സരാജ് അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം ഇരിഞ്ഞാലക്കുട മണ്ഡലമാണ്. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായി R ബിന്ദുവും UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ഉണ്ണിയാടനും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സന്തോഷ് ചക്കളവുമാണ് മത്സരിക്കുന്നത്. അവിടെ ഇപ്രാവശ്യം LDFൻ്റെ സ്ഥാനാർത്ഥിയായ R ബിന്ദു ഏകദേശം 500 to 800 വോട്ടിൻ്റെ ലീഡോട് കൂടി R ബിന്ദു അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം പുതുക്കാട് മണ്ഡലമാണ്. പുതുക്കാട് മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് KK രാമചന്ദ്രനാണ് മത്സരിക്കുന്നത്. KK രാമചന്ദ്രൻ LDFൻ്റെ സ്ഥാനാർത്ഥിയും KM ബാബുരാജ് UDFൻ്റെ സ്ഥാനാർത്ഥിയും A നാഗേഷ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ KK രാമചന്ദ്രൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. ഏകദേശം 20,000+ അതായത് 20,000ൻ്റെ മേലെ ഭൂരിപക്ഷത്തിൽ KK രാമചന്ദ്രൻ അവിടെ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം ചാലക്കുടി മണ്ഡലമാണ്. ചാലക്കുടി മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുന്നത് ബിജു ചിറയത്താണ്. അതുപോലെ തന്നെ ബിജു ചിറയത്ത് LDFൻ്റെ സ്ഥാനാർത്ഥിയും UDFൻ്റെ സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫും BJPയുടെ സ്ഥാനാർത്ഥി ചാർലി പോളുമാണ് മത്സരിക്കുന്നത്. അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായ TJ സനീഷ് കുമാർ ജോസഫ് അവിടെ ഏകദേശം 5000 വോട്ടിൻ്റെ ലീഡോടുകൂടി വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അടുത്ത മണ്ഡലം കൊടുങ്ങല്ലൂർ മണ്ഡലമാണ്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് VR സുനിലും അതുപോലെ തന്നെ OR ജനീഷ് UDFൻ്റെ സ്ഥാനാർത്ഥിയും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വർഗീസ് ജോർജുമാണ് മത്സരിക്കുന്നത്. അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായ VR സുനിൽ 10,000 to 15,000 വോട്ടിൻ്റെ ലീഡോടുകൂടി അവിടെ VR സുനിൽ വിജയിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. തൃശ്ശൂർ മണ്ഡലത്തിൽ BJPക്ക് 0 സീറ്റും UDFന് 3 സീറ്റും അതുപോലെ തന്നെ LDFന് 10 സീറ്റും ലഭിക്കുമെന്നാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്.